മലയോര മേഖലയിൽ സമഗ്ര വികസനം സർക്കാർ ലക്ഷ്യമിടുമ്പോഴും ഈ പൊതുഗതാഗത സംവിധാനങ്ങൾ എത്തിച്ചേരാത്ത പ്രദേശങ്ങൾ ഒരുപാടുണ്ടെന്നേ. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര മേഖലകളിൽ ഒന്നായ രാമക്കൽമേട്ടിലേക്ക് 6 മണി കഴിഞ്ഞാൽ പിന്നെ നെടുങ്കണ്ടത്ത് നിന്ന് ബസ്സൊന്നുമില്ല. ആയിരക്കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന പുഷ്പകണ്ഠം മേഖലയിലേക്ക് നെടുങ്കണ്ടത്ത് നിന്നും പൊതുഗതാഗത സംവിധാനങ്ങൾ ഒന്നും തന്നെയില്ല. സാധാരണക്കാരനെല്ലാം പോകണേ ബസ് വേണം, അല്ലാതെ പോകർക്ക് വണ്ടിയൊക്കെ ഉണ്ടല്ലോ. ഇപ്പം നമ്മളിപ്പം പോകണമെങ്കിൽ ഏതെങ്കിലും വണ്ടിയൊക്കെ പിടിച്ച് വരുന്നതിലൊക്കെ പോയിട്ട് ഇപ്പൊ ഈ ഓട്ടോ ഒക്കെ കിട്ടും. നെടുങ്കണ്ടം തൂക്കുപാലം ജംഗ്ഷനാണ്. ഈ കാണുന്ന വഴിയാണ് രാമക്കൽമേട് വിനോദസഞ്ചാര മേഖലയിലേക്ക് പോകുന്ന വഴി. അതുപോലെ തന്നെ ഈ വഴി ചെന്ന് ചേരുന്നത് പുഷ്പകണ്ഠം മേഖലയിലേക്കും. ആയിരക്കണക്കിന് കുടുംബങ്ങൾ വസിക്കുന്ന ജനവാസ മേഖല. രാമക്കൽമേടിലേക്ക് വൈകുന്നേരം 6 മണി വരെ ബസ്സുണ്ടെങ്കിൽ മുകളിലേക്ക് പുഷ്പകണ്ഠത്തേക്ക് ബസ് സർവീസ് ചെയ്യില്ല. ഇടുക്കി ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ രാമക്കൽമേട്ടിലേക്ക് എത്തിച്ചേരാനുള്ള പ്രധാന പാതകളിലൊന്നാണ് നെടുങ്കണ്ടം തൂക്കുപാലം ജംഗ്ഷൻ രാമക്കൽമേട് റോഡ്. തൂക്കുപാലത്ത് നിന്നും രാമക്കൽമേട് വരെ 8 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ ഈ 8 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കണമെങ്കിൽ ട്രിപ്പ് ജീപ്പ് മാത്രമാണ് ആശ്രയം. വിനോദസഞ്ചാര കേന്ദ്രമായ രാമക്കൽമേട്ടിലേക്ക് നിരവധി ടൂറിസ്റ്റുകളാണ് കടന്നു വരുന്നത്. പക്ഷേ അവർ വരുമ്പോൾ അവർക്ക് ഒരു ഇടത്താവളം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തൂക്കുപാലത്താണ്. സാധനങ്ങൾ വാങ്ങാൻ, മിക്ക സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകാനൊക്കെ അവർക്ക് പറ്റുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെ തിരിച്ചു പോകാനൊക്കെ അവർ ബുദ്ധിമുട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ഒരു ഗ്രാമീണ മേഖല കൂടിയാണ്. അപ്പോൾ കുറേ അധികം ആളുകളൊക്കെ താമസിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ 6 മണി കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ലാത്തപ്പം പിന്നെ വന്നെങ്കിൽ ടാക്സി വിളിച്ചു പോകേണ്ട സ്ഥിതിയാണ്. തൂക്കുപാലം ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞാൽ എത്തിച്ചേരുന്നത് പുഷ്പകണ്ഠത്തേക്കാണ്. ആയിരക്കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന ജനവാസ മേഖല. പ്രദേശവാസികൾ പിരിവിട്ട് ബസ് വാങ്ങിയെങ്കിലും നഷ്ടത്തിൽ കലാശിച്ചു. KSRTC ഇറക്കിയ ബസ്സും അധികനാൾ ഓടിയില്ല. എല്ലാ ഭാഗങ്ങളിലും ബസ് സർവീസും അല്ലെങ്കിൽ പൊതു വാഹനങ്ങളെല്ലാം ഉള്ളപ്പം ഈ ഒരു മേഖല മാത്രം നമ്മൾ സ്വകാര്യ വ്യക്തികളുടെ ജീപ്പിനെ മാത്രം ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ പ്രായമായ ആൾക്കാർക്കൊക്കെ യാത്ര ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. നെടുങ്കണ്ടം കോമ്പയാർ പാലാർ റൂട്ടിൽ കഴിഞ്ഞ 10 വർഷത്തിന് മുകളിലായി സർവീസ് നടത്തുന്നത് ജനങ്ങൾ പിരിവിട്ട് വാങ്ങിയ ബസ്സാണ്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന തൂക്കുപാലം പുഷ്പകണ്ഠം റൂട്ടിലും ജനങ്ങൾ പിരിവിട്ട് ബസ് വാങ്ങിയതാണ്. പക്ഷേ നഷ്ടത്തിലായതിനെ തുടർന്ന് പൂർണ്ണമായിട്ടും ആ സർവീസ് നിർത്തേണ്ടി വന്നു. മലയോര ജനതയാണ്, കാർഷിക മേഖലയാണ്, ഒപ്പം രാമക്കൽമേട് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖലയും. നിലവിലെ ഏക ആശ്രയം ട്രിപ്പ് ജീപ്പ് മാത്രമാണ്. പവിക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കുമളി.